അങ്ങനെ നമ്മൾ പിന്നെ കൊട്ടിയൂർ എത്തിയിട്ടോ. കൊട്ടിയൂർ എത്തിയിട്ട് നമുക്ക് കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ പാർക്കിംഗ് കിട്ടിയത്. കാരണം അന്ന് അവിടെ നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി വരുന്നത് കൊണ്ട് പാർക്കിംഗ് അവിടെ കുറച്ച് നമ്മൾ വന്ന ടൈമിലായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് കുറച്ച് ദൂരേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാം. ഞങ്ങൾ വിചാരിച്ച് അധികം വണ്ടിയൊന്നും കാണാത്ത ഒരുപാട് ആളുകളില്ലയെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എന്നാലും കുറച്ച് ദിവസം മുന്നേ ഉള്ളതുപോലത്തെ അങ്ങനെ വലിയ തിരക്കില്ല. പക്ഷെ എന്നാലും ആളുകളുണ്ട് കേട്ടോ. കർണാടകക്കാർ ഞങ്ങളോട് വരുമ്പോൾ തന്നെ അവിടുന്ന് ഷോപ്പിൽ നിന്ന് ആളുകളുണ്ട്. കർണാടകക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ വന്നാൽ അറിയാമല്ലോ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളത് പാർക്കിങ്ങിൽ അങ്ങനെ ഒരുപാട് വണ്ടികളില്ല, എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല. അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയൊക്കെയാണ് പോണത്, ഒരു ഗേറ്റ് വഴിയാണ് പോണത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഏകദേശം രാവിലെ ഒരു 9 മണിയായിട്ട് കേട്ടോ. നല്ല വെയിൽ വന്നു. അന്ന് എന്താ അറിയില്ല, മഴ ഉണ്ടായിരുന്നില്ല. എനിക്ക് മഴയായിരുന്നു ഇഷ്ടം. കൊട്ടിയൂർ പോകുമ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു വൈബ്. പക്ഷേ അത് കിട്ടിയില്ല, നല്ല വെയിലായിരുന്നു. കണ്ടില്ലേ, ക്യൂവിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വേഗം എന്താ പറയുക, നമ്മൾ മുങ്ങിയിട്ട് വേണമല്ലോ തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മുങ്ങാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോകാം കേട്ടോ. പുഴയിലെത്തിയപ്പോഴല്ലേ കാഴ്ച കാണുന്നത്. അമ്പോ, കർണാടകക്കാരെ കൊണ്ടൊരു കളിയായിരുന്നു. അവർ വന്നിട്ട് പുഴയിൽ നിന്ന് ബ്രഷ് ചെയ്യുന്നു, ഷാമ്പു ഇട്ട് കുളിക്കുന്നു, അത് നീന്തുന്നു ഭയങ്കരമായിട്ട്. അവർക്ക് ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും. കാരണം ഇതൊരു പുണ്യഭൂമിയാണ്, ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും അവർ ആ കളി കളിക്കുന്നത്. പക്ഷേ എന്നാലും കാണുമ്പോൾ എന്തോ പോലെ അവരിങ്ങനെ ഇതാക്കുന്നതും പലരും അവിടെ. അങ്ങനെ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരൊക്കെ പോയി തൊഴുത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ വേഗം പോയത് പെർലശ്ശേരിക്ക് കേട്ടോ. അങ്ങനെ പെർലശ്ശേരിയും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ റിട്ടേൺ വന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു അന്നദാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് അങ്ങനെ വഴിയിൽ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി കഴിച്ച നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ പെർലശ്ശേരി എത്തി. ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നത് ഓസൈനപ്പോൾ പാട്ടുള്ള സ്ഥലം, അത് ഞാൻ ആദ്യമായിട്ടാട്ടോ പറയുന്നത്. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര, കൊട്ടിയൂർ യാത്ര അവസാനിച്ചിട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.